ഹലോ ചേസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ 82ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പൊ പതിവ് പോലെ ബിഗ് ബോസ് ഡാൻസ് കളിക്കാനുള്ള പാട്ടിട്ടു. എല്ലാവരും നല്ലതുപോലെ ഡാൻസ് കളിച്ചു. അനീഷ് നല്ലതുപോലെ കളിച്ചു. അപ്പൊ അതിനുശേഷം കാണിക്കുന്നത് കിച്ചണാണ്. അപ്പൊ ഈ 2 ദിവസം കൊണ്ട് എന്ന് വഴക്കാണല്ലോ കിച്ചണിൽ. അപ്പൊ ഇന്നും അതുപോലെ തന്നെ രാവിലെ കുറച്ച് വഴക്കുകൾ, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. അപ്പം ക്യാപ്റ്റന്മാര് ഉപ്പുമാവും പഞ്ചസാരയും കൊടുക്കുന്ന കാര്യം പറയുന്നത് ഉണ്ടാക്കുന്നു. അപ്പം അവർ പറയുന്നു പാത്രം കഴുകിയിട്ടില്ല. 2 3 ദിവസം കൊണ്ട് അവിടെ പാത്രം കഴുകുന്നില്ല. അപ്പം ഇങ്ങനെ പാത്രം ഇങ്ങനെ കുന്നൂടി കിടക്കണം. വെസൽ ടീമുകാർ അത് പാത്രം കഴുകുന്നില്ല. അപ്പം നവീൻ അനീഷ് പറയണം അടിയന്തരമായ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, അടിയന്തരമായ മീറ്റിംഗ് വിളിച്ചു കൂടുക. എൻ്റെ അനീഷ് ഞാൻ വന്ന് പാത്രം കഴുകിത്തരാം. അപ്പം ആര്യം പറയുന്ന അത് ഫ്ലോർ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിയാനായിട്ടാണ് അനീഷ് അങ്ങനെ പറയുന്നത്. അപ്പോഴാണ് ഒരു യോഗട്ട് പ്രശ്നം വന്നത്. യോഗട്ട് ഫ്രിഡ്ജിനകത്തിരുന്നു. അപ്പം അത് ആരോ എടുത്ത് തിന്നു എന്നാണ് നൂറയുടെ വാദം. അപ്പം അത് ഫുള്ളില്ല, പകുതി ആരോ തിന്നിരിക്കുന്നു. അപ്പം അത് ഭയങ്കര പ്രശ്നം. നൂറ ചെന്നെടുത്ത് വഴക്കുണ്ടാക്കുന്നു. ഉടനെ ആര്യം വന്ന് തട്ടിപ്പറിക്കുന്നു. ഉടനെ നൂറ കയറി പിന്നെ ഫ്രീന്ന് നിന്ന് എടുക്കുന്നു. അനുമോൾ ഓടി വരുന്നു. അനുമോൾ അത് വാങ്ങിച്ച് അനുമോളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇടുന്നു. അപ്പം പിന്നെ ആർക്കും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നേരത്തെ തന്നെ അവിടെ ഒരു വഴക്കുണ്ടാകുന്നതുകൊണ്ട് എൻ്റെ ദേഹത്ത് തൊടരുത്, എൻ്റെ ദേഹത്ത് തൊടരുത്. അവിടെ എപ്പോഴും മുഴുങ്ങി കേൾക്കുന്ന ഒരു വാചകമാണ് ഈ പെൺകുട്ടികൾ സ്ത്രീകൾ പറയുന്നതാണ് എൻ്റെ ദേഹത്ത് തൊടുത്തത്, എൻ്റെ ദേഹത്ത് തൊടരുത്. പിന്നെ സാബുമോനും ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കുന്നത്. പക്ഷെ സാബുമോൻ്റെ കാര്യത്തിൽ സാബുമോനാണെങ്കിൽ എത്ര ദേഷ്യം വന്നാലും ഒരു ചീത്ത വാക്കോ ചീത്ത വർത്താനോ അഴുക്ക് വർത്താനോ ഒന്നും പറയത്തില്ല. അപ്പോൾ പുള്ളിക്കാരന് കപ്പ് കിട്ടിയില്ലേലും പുള്ളി ആ ഒരു എത്തിക്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നൊരു നല്ല പയ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിഗ് ബോസിൽ അങ്ങനെ പാടില്ല, പക്ഷെ സാബുമോന് എപ്പോഴും ഒരു പുള്ളിയുടെ ആ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുന്നൊരു ഒരു നല്ല ഒരു പയ്യനാണ്. അനുമോള് പറയാന്ന് പോടാ പെൺകോന്ത ആര്യനെ വിളിക്കുന്നു. അതുപോലെ അക്ബറിനോട് പറഞ്ഞു പോയി ക്ലോസറ്റിൽ ഇരിക്കുക. എന്തോ അതിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ല. പോയി ക്ലോസറ്റിൽ ഇരിക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം എനിക്കറിഞ്ഞൂടാ. ദേഷ്യം വരുമ്പോൾ അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല. അതുപോലെ അതിനിടയ്ക്കും അനീഷ് നന്മപരം കളിക്കുന്നുണ്ട്. അനീഷ് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടാക്കി ഇങ്ങനെ പറയാൻ പാടില്ല. പിന്നെ അക്ബറിനോട് അനീഷ് പറയുന്ന മനസാക്ഷി ഉണ്ടെങ്കിൽ മാപ്പ് പറ. അപ്പം അവിടെ അതിനൊക്കെ പറഞ്ഞ് അങ്ങ് വഴക്കുണ്ടാവുക. അപ്പം പിന്നെ അനുമോള് പറയുന്നത് ഇവരെ ആരാണ് ഇങ്ങോട്ട് കയറ്റിവിട്ടത്? അപ്പൊ അനുമോളെ കയറ്റി വിട്ടത് തന്നെയല്ലേ ഇവരെയും കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പൊ അപ്പോഴും അനീഷ് പറഞ്ഞ് മീറ്റിംഗ് വിളിച്ചു വിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാകണം, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അപ്പൊ നെവിന് ദേഷ്യം വന്നിട്ട് നെവിൻ പറയണം 50 വയസ്സായില്ലേ അനീഷേട്ടാ, അവരെ പോയി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. പറഞ്ഞാൽ ആദില നൂറ അവർ വെസൽ ടീമാണ്. അവര് പാത്രം കഴുകുന്നില്ല. വെസൽ ടീം ആരൊക്കെയാണ്? അപ്പം അവർ 3 വെസൽ ടീമാണെന്ന് തോന്നുന്നു. അവർ പാത്രം കഴുകുന്നില്ല. അപ്പോഴാണ് ടാസ്ക് വന്നത്. ഈ കട്ട നിരക്കി ഇങ്ങനെ ബാസ്ക്കറ്റിൽ ഇടുക, അത് അടുക്കി വെച്ച് ഒരു സ്കെയിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതും കൊണ്ട് സീസോയിലൂടെ അപ്പുറത്തിറങ്ങി വേറൊരു ബാസ്ക്കറ്റിൽ ഇടുക. അപ്പം അതിൽ വിജയിച്ചത് നൂറയാണ്. അത് കുറച്ച് രസകരമായ ടാസ്ക് ആയിരുന്നു. എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നൂറ പറഞ്ഞത് എനിക്ക് ഫുഡ് നിഷേധിച്ചാൽ ഞാൻ ജോലി ചെയ്യത്തില്ല. അതുകൊണ്ട് 2 ദിവസം ആരും ജോലി ചെയ്യുന്നില്ല. കാരണം ഫുഡ് താമസിച്ചാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഈ ക്യാപ്റ്റന്മാർ അവർ കിച്ചൺ ക്യാപ്റ്റൻ അവർ ഏറ്റെടുത്ത് അപ്പോൾ അവർ വിചാരിച്ചത് 3 നേരമൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കും. പക്ഷേ കിച്ചൻ്റെ കാര്യമല്ലേ, ഈസി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു ചായ ഇടണമെങ്കിൽ ഒരു പണിയില്ലേ? ചായ, പാലെടുക്കണം, വെള്ളം തിളപ്പിക്കണം, തേയില ഇടണം, അപ്പം പണിയുണ്ട്. ചുമ്മാ അതൊന്നും ഉണ്ടാവും. അത് എൻ്റെ അമ്മ പറയും ചുമ്മാ ഒന്നും ഉണ്ടായി വരത്തില്ല. അപ്പം അവിടെ പിന്നെയും പ്രശ്നം. അതുപോലെ പിന്നെ അക്ബർ പറയുകയാണ് ഷാനവാസിൻ്റെ കാര്യം ഇവർ പിന്നെയും കുത്തിപ്പൊക്കി അത് മുതലെടുക്കുന്നു. ആദില നൂറ അനുമോൾ. പിന്നെ അനുമോൾ പറയുന്ന ഇവർ വിചാരിക്കും അവരെ പേടിയായത് കൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ജോലി ചെയ്യേണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പം പിന്നെ ടാസ്ക് കൊടുത്തു എൻഡുറൻസ് ടാസ്ക്. അതൊരു അടിപൊളി ടാസ്ക് ആയിരുന്നു. പക്ഷെ നേരത്തെ ഉള്ള സീസണിലൊക്കെ ആ ഒരു ടാസ്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കാറിനകത്ത് കയറിയിരിക്കുന്നത് എന്ത് രസമായിട്ടാണ് ചെയ്യുന്നതല്ലേ അവർ. നമുക്കൊരു തമാശയും അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ടാസ്ക്, ഈ കാറി കയറിയും ടാസ്ക് കയറി ഇരുന്നപ്പോഴേ അങ്ങ് അടിയ എന്ന് പറഞ്ഞാൽ ആരും സ്ഥലം കൊടുക്കുന്നില്ല. ഇത്രയും പേർക്ക് ഇരിക്കണ്ടേ? അപ്പം ആരും സ്ഥലം കൊടുക്കുന്നില്ല. അനീഷാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുകയാണ്. നൂറയ്ക്ക് സ്ഥലമില്ല. നൂറ് അതിൻ്റെ ഇടയ്ക്കിരിക്കുകയാണ്. ആരിനപ്പുറത്തിരിക്കുന്നു. അപ്പം ആ പ്രശ്നം, തൊടുന്നതിന് പ്രശ്നം, പിടിക്കുന്നതിന് പ്രശ്നം, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമുക്ക് തുടരുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആണും പെണ്ണും എല്ലാം ഒരുമിച്ചിരിക്കുന്നത്, നമ്മളോട് തുടരരുത്. അപ്പം നമുക്കിങ്ങനെ തൊടാനൊന്നും നമ്മളെ പറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ തുടരുന്നൊക്കെ പറയാൻ പറ്റും. നമുക്ക് ഈ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ തൊടുമല്ലോ. നമ്മളിങ്ങനെ ഞെരിങ്ങിയൊക്കെ ഇരിക്കുമ്പം
തൊടും. അതുപോലെ പുറകിലിരുന്നത് നെവിനും അക്ബറും അനുമോളും ആദിലയും സാബുമോനും കൂടാണ്. അപ്പൊ അവിടെ ഭയങ്കര ഞെരുക്കത്തിലിരിക്കുമ്പോൾ അവിടെ വഴക്ക്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മടിയിലൊക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പം നെവിനാണ് എപ്പോഴും ഈ എൻഡുറൻസ് പോലെ ടാസ്ക് ഒക്കെ വരുമ്പോൾ സൗണ്ട് ഇങ്ങനെ കരയുന്ന പോലെയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഈ ടാസ്കിൽ ആ പുള്ളി കരയുന്ന പോലെയൊക്കെ ചെയ്തിട്ട് പുള്ളി അങ്ങ് ആദ്യം ഇറങ്ങിപ്പോയി. അപ്പം പിന്നെ അനുമോളും നെവിനും കൂടെ വഴക്ക്. അപ്പം എന്തൊക്കെയോ പറഞ്ഞു. അപ്പം അനുമോള് പറയുന്നത് 3.5 കോടി ജനങ്ങൾ കാണുന്നത്. അപ്പം അനുമോൾക്ക് എപ്പോഴും ഒരു കോൺഷ്യസ് ഉണ്ട്, 3.5 കോടി ജനങ്ങൾ കാണുന്നത്. ഇതെല്ലാം എല്ലാവരും കാണുന്നതാ, 3.5 കോടി ജനങ്ങൾ കാണുന്നതാണ്. അപ്പം നെവിൻ എന്ത് ചെയ്ത് ചെന്ന് അവളുടെ കബോർഡിൽ നിന്ന് സ്മൈലി ബോളും അതുപോലെ ഒളിച്ചു വെച്ചിരുന്ന കേർഡൊക്കെ എടുത്തുകൊണ്ട് വന്ന്. അപ്പം അത് അവിടെ തർക്കം ഉണ്ടാകുന്നു, ഈ സ്മൈലി ബോൾ എടുത്തെന്ന്. അപ്പം ബിഗ് ബോസ് ഇന്ന് ചോദിച്ചിട്ടാണ് അനുമോൾ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് അതിന് ക്ലാരിഫൈ ചെയ്യുന്നു. പക്ഷെ ഇതിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇവർ ഈ കാറിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് നെവിന് ആ തൈര് മൊത്തം കുടിക്കും. അപ്പം അനീഷിനോട് പറയുന്ന അങ്ങോട്ട് നോക്കല്ലേ ചേട്ടാ, ഇതിന് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുന്നു. അപ്പം ഇതിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഈ കാണിക്കുന്നത് ക്രൂരതയാണെന്ന് പറയുന്നു. പിന്നെ ആര്യൻ അനീഷിനെ തള്ളി മാറ്റുന്നു, ഇറക്കുന്നു. പിന്നെ നൂറയുടെ കൈ അനീഷിനെ തോളി ഇരുന്നപ്പോൾ അത് പ്രശ്നമാക്കുന്നു. പിന്നെ അനീഷ് നൂറയുടെ തോളി കൈ വെക്കുന്നു. പിന്നെ സ്ത്രീ കാർഡ് കളിക്കരുതെന്ന് അനീഷ് പറയുന്നു. അപ്പം ഈ ഒരു ടാസ്കിൽ ജയിച്ചത് ആര്യനാണ്. ആദിലയും നൂറയും അനുവും കൂടെ കോൺവെർസേഷൻ നടത്തുന്നത്, ഇവർ 3 പെൺകുട്ടികളെയും താഴ്ത്തി കിട്ടാൻ ശ്രമിച്ചു, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ ഗ്രാൻഡ് ഫിനാലെ വരണം എന്ന് നൂറ പറയുന്നു. അപ്പോൾ അവനെ ഒരു കുറേ കോൺവെർസേഷൻ നടത്തുന്നു. അപ്പോൾ പൊതുവേ ഈ ഇന്നത്തെ ഒരു എപ്പിസോഡ് കുറച്ച് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ, ടാസ്ക് വന്നപ്പോഴത്തേന് കുറച്ച് കൊള്ളായിരുന്നു, കുറച്ച് എൻജോയ് ചെയ്തു. എന്നാലും ഈ കാറി കയറിയിരുന്ന ടാസ്കൊക്കെ കുറച്ചുകൂടി രസകരമാക്കാമായിരുന്നു. പക്ഷെ അവർ ഗെയിമായിട്ടൊന്നും ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവിടെയും ഇപ്പം അവരെല്ലാവരും അങ്ങ് പേഴ്സണൽ അങ്ങ് ഭയങ്കര ശത്രുക്കൾ പോലെ ആയിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത് വരുന്നതോറും ഭയങ്കര ശത്രുക്കളായിപ്പോയി. അപ്പോൾ അത് രസകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഈ എപ്പിസോഡ് ഇങ്ങനെ പര്യവസാനിച്ചു. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം 18 ദിവസം. അത് കഴിഞ്ഞിട്ട് ആരാ കപ്പ് കൊണ്ടുവന്ന് നമുക്കറിയില്ല, ആര് കൊണ്ടുവരും, നമ്മൾ സന്തോഷം, നമ്മൾ ഹാപ്പി.